ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ഫെബ്രുവരിയിൽ നടന്ന സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആദ്യം 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ 27ാമത്തെ ചോദ്യം മുതലാണ് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. 27ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The figure shows incomplete diagram of a potentiometer to measure the internal resistance of a cell. അങ്ങനെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? കംപ്ലീറ്റ് ദ അബൌട്ട് സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ പൊട്ടൻഷ്യോമീറ്റർ മെഷേഴ്സ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. പൊട്ടൻഷ്യോമീറ്റർ ഈസ് ബെറ്റർ ദാൻ വോൾട്ട്മീറ്റർ ഫോർ മെഷറിംഗ് EMF ഓഫ് എ സെൽ. ഗിവ് റീസൺ. അങ്ങനെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ ഭാഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിളാണ് ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എനി ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ലെങ്ത് ഓഫ് ദ വയർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഈസ് പ്രൊപ്പോർഷണൽ ടു L എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. അപ്പോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു L എന്ന ഇക്വേഷൻ നോക്കി വയ്ക്കുക. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. കംപ്ലീറ്റ് ദ അബോവ് സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ പൊട്ടൻഷ്യോമീറ്റർ മെഷേഴ്സ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നമുക്കറിയാം പൊട്ടൻഷ്യോമീറ്ററിന് 3 യൂസസാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഒന്ന് EMF കണ്ടുപിടിക്കാനുള്ളത്, പിന്നെ കമ്പാരിസൺ ഓഫ് EMF, പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ അതിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫിഗർ വരയ്ക്കാം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫിഗറിൽ പ്രൈമറി സർക്യൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വരയ്ക്കുക. സെക്കൻഡറി സർക്യൂട്ടിൽ സെല്ലിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ കണക്ഷൻ. ഇപ്പോൾ കണക്ഷൻ ഡയഗ്രാം വരച്ച് പഠിക്കുക. ഇനി നമുക്ക് ഇവിടുത്തെ വർക്കിംഗ് മെത്തേഡ് നോക്കാം. പൊട്ടൻഷ്യോമീറ്ററിന് ഒരു പ്രൈമറി സർക്യൂട്ടും ഉണ്ട്, സെക്കൻഡറി സർക്യൂട്ടും ഉണ്ട്. പ്രൈമറി സർക്യൂട്ടിൽ ഒരു സെല്ലുണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്, കീ ഉണ്ട്. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവിടുത്തെ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിച്ചു. അതാണ് L1. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് E ഇസ് പ്രൊപ്പോർഷണൽ ടു L1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡറി സർക്യൂട്ടിലേക്ക് കടക്കണു. സെക്കൻഡറി സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എടുക്കണു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R ഇസ് ഗിവൺ ബൈ E/R+R ഇൻറ്റു R. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് ലെങ്ത് ആണ് L2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ER/R+R പ്രൊപ്പോർഷണൽ ടു L2. അങ്ങനെ 2 ഇക്വേഷൻ കിട്ടി. 2 ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യണു. അപ്പോൾ R+R/R ഈക്വൽ ടു L1/L2 or R plus small r equal to R into L1/L2. ഈ സ്മോൾ ആറിനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്തിട്ട് സ്മോൾ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ R ഇൻറ്റു L1 മൈനസ് L2/L2. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ നോക്കുക. പൊട്ടൻഷ്യോമീറ്റർ ഇസ് ബെറ്റർ ദാൻ വോൾട്ട്മീറ്റർ ഫോർ മെഷറിംഗ് EMF ഓഫ് എ സെൽ. ഗിവ് റീസൺ. പൊട്ടൻഷ്യോമീറ്റർ യൂസസ് നൾ മെത്തേഡ്. നൾ പോയിൻ്റ് അല്ലെങ്കിൽ ബാലൻസിങ് പോയിൻ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ആ നൾ പോയിൻറ്റിൽ അല്ലെങ്കിൽ ബാലൻസിങ് പോയിൻറ്റിൽ പൊട്ടൻഷ്യോമീറ്റർ കൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്കം വരുന്ന EMF എപ്പോഴും സോഴ്സിൻ്റെ EMFനോട് സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് ആക്ച്വൽ EMF കിട്ടും. സോ പൊട്ടൻഷ്യോമീറ്റർ യൂസസ് നൾ മെത്തേഡ്. അറ്റ് നൾ പോയിൻറ്റ് പൊട്ടൻഷ്യോമീറ്റർ ഡ്രോസ് നോ കറണ്ട് ഫ്രം ദ സോഴ്സ്. Thus, we get actual EMF of the battery. This is why potentiometer is better than voltmeter. 5 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. An AC voltage V equal to Vn sin omega t is given to an inductor as shown below. A question. Obtain an expression for current through the inductor. B question. Draw the phasor diagram for the inductor.
C question, calculate the resonant frequency of a series LCR circuit with L is equal to 5 Henry, C equal to 80 microfarad and R equal to 40 ohm. അപ്പോൾ ഇത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം AC ത്രൂ ഇൻഡക്ടർ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉടനെ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആ ഇൻഡ്യൂസ്ഡ് EMF ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലെറ്റ് V ഈക്വൽ ടു VM sin omega t ബി ദ അപ്ലൈഡ് വോൾട്ടേജ്. ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും അപ്ലൈഡ് വോൾട്ടേജിന് ഓപ്പോസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ V ഈക്വൽ ടു മൈനസ് ഓഫ് എപ്സിലോൺ എന്ന് വരും. Thus V equal to minus L into di by dt. മൈനസ് ക്യാൻസൽ ആകുമ്പോൾ V equal to L into di by dt. വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. VM sin omega t is equal to L into di by dt. ഇതിന്ന് di കണ്ടുപിടിക്കുക. di is equal to VM by L into sin omega t dt. നമുക്ക് കറണ്ട് I ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. I is equal to ഇൻറ്റഗ്രൽ VM by L sin omega t dt. ഇൻറ്റഗ്രൽ sin omega t dtയുടെ വാല്യൂ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗയാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I is equal to മൈനസ് VM by L ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടി. അപ്പോൾ മൈനസ് കോസ് ഒമേഗ ടീനെ നമ്മൾ സൈനിൻ്റെ ടേമിലാക്കിയിട്ട് എഴുതുകയാണ്. VM by L ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. Therefore I is equal to IM sin omega t മൈനസ് പൈ ബൈ 2. നമ്മളിവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നോക്കുക. V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്നായിരുന്നു. നമുക്ക് കിട്ടിയ കറണ്ടിൻ്റെ ഇക്വേഷൻ I is equal to IM സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. That is the current lags the EMF by a phase angle of pi by 2. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജും കറണ്ടും തമ്മിൽ പൈ ബൈ 2 ആംഗിളിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്കതിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കണം. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫേസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ കാണിക്കുന്നത് വോൾട്ടേജാണ് VM. വോൾട്ടേജിൽ നിന്നും പൈ ബൈ 2 അതായത് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് കറണ്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജിൽ നിന്ന് 90 ഡിഗ്രി കുറവായിട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരയ്ക്കുക. ഇതാണ് ഫേസ് ഡയഗ്രാം. ഈ ക്വസ്റ്റ്യനിലെ C ക്വസ്റ്റ്യൻ, calculate the resonant frequency of a series LCR circuit with L is equal to 5 Henry, C equal to 80 microfarad and R is equal to 40 ohm എന്നാണ്. അപ്പോൾ നമുക്കിതിൽ ആദ്യം റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതാം. F is equal to 1/2 root LC എന്നാണ്. അതിൽ L എന്ന് പറയുന്നത് ഇൻഡക്ടറാണ്, തന്നിട്ടുണ്ട് എല്ലിൻ്റെ വാല്യൂ. C എന്ന് പറയുന്നത് കപ്പാസിറ്ററാണ്, കപ്പാസിറ്ററിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഫ്രീക്വൻസി F is equal to 1/2 root LC ആണ്. 1/2 root Lന് പകരം 5 ഇൻറ്റു സിക്ക് പകരം 80 ഇൻറ്റു 10⁻⁻6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. ഇനി ബാക്കി അതിനൊക്കെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടണമെന്ന് വെച്ചാൽ അതായിരിക്കും അവിടുത്തെ റെസൊണൻറ്റ് ഫ്രീക്വൻസി. 5 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഒബ്റ്റെയിനിങ് ക്ലിയർ ഇൻഡിഫറൻസ് പാറ്റേൺ 2 sources must be coherent. A question, what are the characteristics of coherent source? B question, derive an expression for bandwidth of indifference pattern using Young's double slit experiment. C question, state Brewster's law for polarization by reflection. വേവ് ഒപ്റ്റിക്സ് എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കോഹിറൻറ്റ് സോഴ്സ്? 2 light sources are said to be coherent if they emit light waves of same wavelength, same amplitude and zero or constant phase difference. ഒരേ വേവ് ലെങ്ത്തും ഒരേ ആംപ്ലിറ്റ്യൂഡും സെയിം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസും ഉള്ള 2 ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് കോഹറൻറ്റ് സോഴ്സ് എന്ന് വിളിക്കുന്നത്. എ പെയർ ഓഫ് സോഴ്സസ് ഡിറൈവ്ഡ് ഫ്രം എ സിംഗിൾ സോഴ്സ്, എ സോഴ്സ് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്റ്റഡ് ഇമേജ് എന്നിവയൊക്കെ കോഹറൻറ്റ് സോഴ്സിന് എക്സാമ്പിളുകളാണ്. സെയിം വേവ് ലെങ്ത്തും സെയിം ആംപ്ലിറ്റ്യൂഡും മാത്രം പോരാ, ഫേസ് ഡിഫറൻസും കൂടി ശ്രദ്ധിക്കണം. ഫേസ് ഡിഫറൻസും കൂടി കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ മാത്രമേ അത് ഒരു കോഹിറൻറ്റ് സോഴ്സ് ആവുകയുള്ളൂ. അപ്പോൾ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഇൻഡിഫറൻസ് പാറ്റേൺ യൂസിങ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. വേവ് ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം.
ആദ്യം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഫിഗർ വരയ്ക്കുകയാണ്. എ ബി എന്ന് പറഞ്ഞാൽ 2 സോഴ്സുകളാണുള്ളത്. അതുകൊണ്ട് 2 സ്ലിറ്റ് ഉള്ളതുകൊണ്ടാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കുന്നത്. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി ആണ്. ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസിൽ ഒരു സ്ക്രീൻ വെച്ചിരിക്കുന്നു. സ്ക്രീനിൻ്റെ മിഡ് പോയിൻ്റാണ് ഒ. ഒയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റാണ് പി. നമ്മൾ ആദ്യം എയിൽ നിന്നും ബിയിൽ നിന്നും പി എന്ന് പറഞ്ഞ പോയിന്റിൽ ലൈറ്റ് വേവ്സ് വന്ന് ഇൻ്റർഫെയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത്. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ബി പി മൈനസ് എ പി. അതിനെ ഡെൽറ്റ എന്ന് കാണിക്കുന്നു. അത് എയിൽ നിന്ന് ബി പിയിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലറാണ് ബി എം. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ബി പി മൈനസ് എ പി ഈക്വൽ ടു ബി എം. അപ്പോൾ പാത്ത് ഡിഫറൻസിനെ കണ്ടുപിടിച്ചു. പാത്ത് ഡിഫറൻസ് ആണ് ബി എം എന്ന് കിട്ടി. ഇനി നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ എം ബി ശ്രദ്ധിക്കുക. ആ ബി എം എങ്ങനെ കിട്ടും? ബി എം ഇസ് ഈക്വൽ ടു ഡി സൈൻ തീറ്റ. ബി എം ഈക്വൽ ടു ഡി സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ തീറ്റ സ്മോൾ ആണെങ്കിൽ സൈൻ തീറ്റ തീറ്റയാണ്. അതുകൊണ്ട് തന്നെ പാത്ത് ഡിഫറൻസ് ബി എം ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഡി എന്ന് കിട്ടി. ഇനി അടുത്തൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, സി ഒ പി. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ടാൻ തീറ്റ കണ്ടുപിടിക്കുക. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഒ പി ബൈ ഒ സി. അപ്പോൾ ഒ പി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഒ സി എന്ന് പറഞ്ഞാൽ ഡി ആണ്. അപ്പോൾ അവിടെ നിന്ന് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഡി എന്ന് കിട്ടി. തീറ്റ വളരെ ചെറുതാണെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റയാണ്. ദെർഫോർ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ഡി. ഇനി നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഡി എന്നാണ് കിട്ടുന്നത്. അവിടെ തീറ്റയുടെ വാല്യൂ എക്സ് ബൈ ഡി ഇട്ട് കൊടുക്കുന്നു. ദെർഫോർ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു എക്സ് ഡി ബൈ ക്യാപിറ്റൽ ഡി. ഇനി നമുക്ക് പി എന്ന് പറയുന്നത് ബ്രൈറ്റ് ആണ് എങ്കിൽ ബ്രൈറ്റ്നെസ് കണ്ടീഷൻ ഇസ് ഒബ്റ്റെയിൻ വെൻ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ. പാത്ത് ഡിഫറൻസ് ലാംഡയുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിലാണ് അവിടെ ബ്രൈറ്റ്നെസ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ എക്സ് ഡി ബൈ ക്യാപിറ്റൽ ഡി ഇസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് കൊടുക്കണു. ഈ എൻ എന്ന് പറഞ്ഞാൽ 0 1 2 3 എന്ന് പറഞ്ഞാൽ കൊടുക്കാം. എൻ 0 ആകുമ്പോൾ സെൻറ്ററിലാണ് അവിടെ മാക്സിമം ബ്രൈറ്റ്നെസ് ആണ് ഉണ്ടാവുക. ഇനി എക്സ് എൻ എന്ന് പറഞ്ഞാൽ nth ബ്രൈറ്റ് ഫ്രിഞ്ചാണ്. അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ഇൻറ്റു എൻ ലാംഡ. അപ്പോൾ എക്സ് എൻ കിട്ടി. ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ എക്സ് എൻ ആണ് ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ച് എവിടെയാണോ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എൻ ഈക്വൽ ടു ഡി ബൈ സ്മോൾ ഡി എൻ ലാംഡ. ഇനി ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാം. ദ ബാൻഡ് വിഡ്ത്ത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ബാൻഡ് ഓർ 2 കോൺസിക്യൂട്ടീവ് ഡാർക്ക് ബാൻഡ്. 2 അടുത്തടുത്തുള്ള ബ്രൈറ്റ് ബാൻഡുകൾക്കിടയിലുള്ളതോ അല്ലെങ്കിൽ 2 അടുത്തടുത്തുള്ള ഡാർക്ക് ബാൻഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സ് എൻ അതായത് nth ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ nth ബ്രൈറ്റ് ഫ്രിഞ്ചും n+1th ബ്രൈറ്റ് ഫ്രിഞ്ചുമാണ് കാണാൻ പോകുന്നത്. ആദ്യം എക്സ് എൻ്റെ ഇക്വേഷൻ എഴുതുക. എക്സ് എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എൻ ലാംഡ. ഇനി എക്സ് n+1th ആണെങ്കിൽ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി n+1 ലാംഡ. ഇനി നമുക്ക് ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 അടുത്തടുത്തുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സ് എന്നും കിട്ടിയിട്ടുണ്ട്, എക്സ് n+1ഉം കിട്ടിയിട്ടുണ്ട്. അവരുടെ രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. സോ എക്സ് n+1 മൈനസ് എക്സ് എൻ കാണാൻ പോവുകയാണ്. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. അപ്പോൾ നമുക്ക് അവരുടെ ഇടയിലുള്ള ഡിഫറൻസ് ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ലാംഡ എന്ന് കിട്ടി. ഇതിനെയാണ് ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് വിളിക്കുന്നത്. സോ ബീറ്റ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ലാംഡ ബൈ സ്മോൾ ഡി. അപ്പം നമുക്ക് 2 അടുത്തടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ചുകൾക്കിടയിലുള്ള വിഡ്ത്ത് കിട്ടി, ബാൻഡ് വിഡ്ത്ത് കിട്ടി. ഇനി നമുക്ക് 2 അടുത്തടുത്ത ഡാർക്ക് ഫ്രിഞ്ചുകൾക്കിടയിലുള്ള ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് നോക്കുകയാണ്. ഡാർക്ക്നെസ് ഈസ് ഒബ്റ്റെയിൻഡ് വെൻ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2n-1 ലാംഡ ബൈ 2. n ഈക്വൽ ടു 1 2 3 എങ്ങനെ. ഇനി പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷനിൽ എക്സ് എൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി 2n-1 ലാംഡ ബൈ 2. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് ഫ്രം ദ പോയിൻറ്റ് ഒ. ഇനി നമുക്ക് 2 അടുത്തടുത്തുള്ള ഫ്രിഞ്ചുകളുടെ ഇക്വേഷൻ എഴുതാം.
xn equal to d by d to n minus 1 lambda by 2, xn plus 1 is equal to capital D by small d to n plus 1 minus 1 lambda by 2. അങ്ങനെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ് കാണുന്നു. അപ്പോൾ നമുക്ക് ബീറ്റ is equal to capital D by small d lambda എന്ന് കിട്ടി. അതായത് രണ്ട് ഡാർക്ക് ബാൻഡുകൾക്കിടയിലുള്ള വിഡ്ത്തും രണ്ട് ബ്രൈറ്റ് ബാൻഡുകൾക്കിടയിലുള്ള വിഡ്ത്തും സെയിം ആണ് എന്ന് കിട്ടി. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് ഓർ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ബീറ്റ is equal to capital D lambda by small d, where capital D is the distance between source and screen, small d is the distance between two slits, lambda is the wavelength. സോ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവാറുണ്ട്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വെച്ച് ബാൻഡ് വിഡ്ത്ത് കാണുന്ന ഡെറിവേഷൻ വേറൊരു വിധത്തിലും ചെയ്യാം. അത് മറ്റൊരു വീഡിയോ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ഫിഗറൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് സ്റ്റേറ്റ് ബ്രിയോസ്റ്റിയസ് ലോ ഫോർ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്നാണ്. ഇതും വേവ് ഒപ്റ്റിക്സിലെ പോളറൈസേഷൻ എന്ന ഭാഗത്തു നിന്നാണ്. അവിടെ ബ്രിയോസ്റ്റിയസ് ലോ ആണ്. Brewster's law states that the tangent of the polarizing angle is equal to the refractive index of the material of the reflecting medium. That is tan P is equal to n, where P is the polarizing angle and n is the refractive index. അപ്പോൾ ഇതെങ്കിലും എഴുതാൻ പഠിക്കുക, tan P equal to n എന്നുള്ളത്. ഫിഗർ വരയ്ക്കാം. നമുക്ക് ബ്രൂസ്റ്റേഴ്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഫിഗർ വരയ്ക്കുക. അതിൽ നിന്ന് I എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അതിവിടെ പോളറൈസിങ് ആംഗിൾ P ആണ്. അപ്പോൾ നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞു. ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി പഠിക്കുക. ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.